ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് അപ്പം നോക്കിയാൽ കുഞ്ഞമ്മയും കൊച്ചപ്പനും വീട്ടിലുണ്ട്. നമ്മളാണെങ്കിൽ കുളത്തൂപ്പുഴയിലേക്ക് പോവാണ്. നമ്മളുടെ വീടിന്റെ അടുത്താണ് കുളത്തൂപ്പുഴ. ഒരു മണിക്കൂർ അല്ലേ, ഒരു 1 hour നിയർലി അത്രയും കാണത്തുള്ളൂ കുളത്തൂപ്പുഴയ്ക്ക്. കുളത്തൂപ്പുഴ വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് എന്റെ കൂടെ അമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്. അവരെ കാണാൻ ട്വിൻസിനെ പോലാണ്, കണ്ടില്ലേ? കുഞ്ഞമ്മ ഹോമിയോ ഡോക്ടറാണ്. പരിചയപ്പെടുത്താം. അമ്മയെ ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മ HM ആയിരുന്നു, മാത്സ് ടീച്ചറാണ്, ഭീകരിയാണ്. കുഞ്ഞമ്മ പരിചയപ്പെടും. പറഞ്ഞോ എവിടെ വർക്ക് ചെയ്യുന്നൊക്കെ പറ. നമ്മുടെ ചാനലിൽ ഒരു കുഞ്ഞമ്മയുടെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന് ഞാൻ കുറച്ച് അതുകൊണ്ട് വിചാരിക്കുന്നു. ഇപ്പൊ ഹോമിയോയില് ഇൻഫെർട്ടിലിറ്റി, സ്കിന്നിന്റെ ഒക്കെ കുറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ പുതുതായിട്ടൊക്കെ നടത്തുന്നുണ്ട്. കുറെ പ്രൊജക്റ്റുകളൊക്കെ അതിന് വേണ്ടിയിട്ട് നടത്തി വരികയാണ്. അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെ വെറൈറ്റി ട്രീറ്റ്മെന്റ്സ് ഒക്കെ അവർ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഇന്റർവ്യൂ നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്റർവ്യൂ കുഞ്ഞമ്മയുടെ വേണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കമന്റ് ചെയ്യുക. നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ കുഞ്ഞമ്മയുടെ ബാക്കി ഡെസിഗ്നേഷൻ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. കുഞ്ഞമ്മ നമ്മുടെ കൊല്ലം ജില്ലയിലെ വെളിയത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഹോമിയോ ഡോക്ടറാണ്, മെഡിക്കൽ ഓഫീസറാണ്. അപ്പോ കുഞ്ഞമ്മ ഞാൻ ഒന്നുകൂടെ ഹായ് കൊടുക്കും. കുഞ്ഞമ്മ ഹായ്. അമ്മ ഹായ് കൊടുക്കും. ഇനി നമ്മൾ അച്ഛനെ പരിചയപ്പെടുത്താം. അച്ഛനെ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ തായ്ലൻഡ് വീഡിയോയിൽ കണ്ടതാണ്. അച്ഛനെ പരിചയപ്പെടുത്തി തരാം. എന്റെ വീട്ടുകാരെ ആരെയും കണ്ടിട്ടില്ല, കാണിക്കുന്നില്ലെന്നൊരു പരാതി പൊതുവെ വീഡിയോയ്ക്ക് അടിയിലുണ്ട്. അത് ഇന്നത്തെ ദിവസം തീരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അച്ഛൻ. അച്ഛനെ ഒരുപാട് പേർക്ക് അറിയാം. CR ജോസ് പ്രകാശ് എന്നാണ് പേര്. അച്ഛ ഒന്ന് പരിചയപ്പെട്ടോളൂ. ഞാൻ ജോസ് പ്രകാശ്. ഇപ്പോൾ നിലവിൽ ജനകീയം പത്രത്തിന്റെ ജനമാനേയനാണ്. നേരത്തെ റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി കളക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. ജോയിന്റ് ടൗൺസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ കൂടെ ഇരിക്കുന്ന ആളെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ അമിച്ചു. ഹായ് പറ. ഇത് നമ്മുടെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? കൊച്ചപ്പനെ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? ഇത് നമ്മുടെ കൊച്ചപ്പന്റെ പുതിയ വണ്ടി എടുത്ത്. അപ്പൊ നമ്മള് പുതിയ വണ്ടിയിൽ കൊച്ചപ്പനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചപ്പനെ കൊണ്ടുപോയി ഓസിന് ഫുഡ് അടിച്ച് തിരിച്ചു വരാനാണ് പ്ലാൻ. കൊച്ചപ്പനെ ഡ്രൈവ് ചെയ്യുന്നോണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കൊച്ചപ്പൻ ഒന്ന് പരിചയപ്പെടുന്നതായിരിക്കും. കൊച്ചപ്പൻ ഇങ്ങോട്ട് നോക്കണ്ട, എന്താണെന്നൊന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞോ. ഒരു ബ്ലോഗറെ ഇങ്ങനെ അപമാനിക്കരുത്. കേന്ദ്ര സർക്കാരിന്റെ. കൊച്ചപ്പന്റെ പേര് അനിൽകുമാർ എന്നാണ്. കൊച്ചപ്പൻ CPCRI കായംകുളത്ത് ടെക്നിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. നല്ല ചെരിപ്പല്ലമ്മ. ഇവിടെ വലിയൊരു തോടുണ്ട്, നല്ല രസമാണ്, നല്ല ഒഴുക്കാണ് ഇവിടെ ഉള്ളത്. അമിച്ചു പറഞ്ഞോ. ഇത് കൊറേ സമയം കൂടുന്തോറും ഇത് ശക്തിയായിട്ട് അടിക്കുക. ഭയങ്കര അറിയാമോ അതിനെ പറ്റിയിട്ട്? ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അരിപ്പ ഫോറസ്റ്റിന് ഉള്ളിലുള്ള ഒരു ചെറിയ പുഴയിലാണ്. മഴക്കാലമായതുകൊണ്ട് വളരെ ശക്തമായിട്ടാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക്. ചുറ്റും നല്ല കാടാണ്. ആ കാടിൻ്റെ ഭംഗി നമുക്ക് നന്നായി ആസ്വദിക്കാവുന്നതാണ്. അരിപ്പയാണിത്, അരിപ്പ വനമാണ്. അരിപ്പ വനത്തിലെ ചെറിയൊരു തോടാണിത്. അച്ഛൻ പറഞ്ഞതുപോലെ ചെറിയ തോടല്ല കേട്ടോ, നല്ല ശക്തിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ഇപ്പം മഴക്കാലം തുടങ്ങിയതേ ഉള്ളൂ, എന്നിട്ട് പോലും നല്ല ശക്തിയിലാണ് വെള്ളം പോകുന്നത്. ഇതൊരു റോഡിന് നടുക്കൂടാണ് ഈ ഒഴുക്കുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം.
ചെരുപ്പൊക്കെ ഊരിയിട്ടാൽ ഈ ചെരുപ്പ് ഇങ്ങനെ ഒഴുകിപ്പോവും. ആ കണ്ടില്ലേ, അതുപോലെ ഒഴുകി പോകും. ഞാൻ തട്ടിക്കളയേണ്ടി വരുമല്ലോ ഈശ്വര. ഒഴുക്കിലോട്ട് ഞാൻ മാറ്റി വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ സൈഡിൽ നിന്നാൽ പോയി ചെരുപ്പ് ഊരിപ്പോയാൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ചെരുപ്പ് ഓക്കെ ആമിച്ചു ചെരുപ്പ് എടുത്തു തന്നു. അപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടോ, കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ആവാം. വീഡിയോ എടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് അരിപ്പ. അരിപ്പയില് നല്ല നല്ല ആഴമുണ്ട് കേട്ടോ, നല്ല ആഴം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കുഴിയുള്ളൊരു സ്ഥലം അവർ മാർക്ക് ചെയ്തേക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് ശരിക്കും റോഡാണ് കേട്ടോ. റോഡിനുള്ളിലുള്ളൊരു തോടാണ്, റോഡിൽ കൂടെ പോകുന്നൊരു തോടാണ് ഇത്. കണ്ടോ, ഇവിടുന്ന് ആ തോടിങ്ങനെ വന്ന് ഈ റോഡിൽ കൂടി ഇങ്ങനെ പോയി മറ്റിടത്തോട്ട് ഇങ്ങനെ പോവും. നല്ല ദൂരത്തിലുണ്ട്, കാട്ടിനുള്ളിലേക്കുണ്ട് ഈ തോട്. ഹായ് ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തെന്മല എക്കോ ടൂറിസത്തിലാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ വന്നപ്പം കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് വീടിനടുത്തായതുകൊണ്ട് നമുക്ക് കുറച്ച് പെതുക്കെ ഇറങ്ങിയാൽ മതി എന്ന് വിചാരിക്കും. അങ്ങനെ എല്ലാ തവണയും വരുമ്പോഴും ഇവിടെ പല സാധനങ്ങളും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഇവിടെ എത്ര മണിയായി സമയം നോക്കണം. അപ്പോൾ ഇവിടെ 7 മണിക്കുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയൊന്നും ഇല്ല ഇന്നെന്നാണ് പറയുന്നത്. കാരണം ചിലപ്പം എന്താണെന്ന് തിരക്കിയതും ഇല്ല. പിന്നെ ഇതാണ് അവിടുത്തെ ആ ഒരു ഓഫീസിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ്. നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ്, നല്ല ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ അവരുടെ തന്നെ ഒരു തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഒരു പേരൊക്കെ എഴുതിയൊരു ബസ്സൊക്കെ കിടപ്പുണ്ട്. ഇതാണ് അവരുടെ ബസ്. അപ്പോൾ അവരുടെ ഇമെയിലും ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ള ഇമെയിലും വെബ്സൈറ്റും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ തെന്മല എക്കോ ടൂറിസത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഞാൻ ലേറ്റായി വന്നതുകൊണ്ട് മാത്രം കുറേ കാര്യങ്ങൾ എനിക്ക് മിസ്സായി. കൊച്ചപ്പനും കുഞ്ഞമ്മയും അവിടെ കുടംമോര് കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. ആമിഷിന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കുടംമോര് കുടിക്കാൻ നിൽക്കുന്ന കട. അത് എക്കോ ടൂറിസത്തിനകത്തുള്ളിൽ തന്നെ ഉള്ളതാണ്. ഹായ്, ഓരോരോ ഇതിനകത്തുള്ളൊരു ചെറിയ ഇതാണ്. പിന്നെ അവിടെ തന്നെ ഇതൊക്കെ വാരിയിട്ടിട്ടുണ്ട്. ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചായ, കോഫി, ജിഞ്ചർ ടീ, ചുക്ക് കാപ്പി ഒക്കെ ഇവിടുത്തെ കഫ്റ്റീരിയയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടൂറിസത്തിലേക്കുള്ള വഴി. ഇപ്പം ബസ്സിലൊക്കെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഓഫീസിലോട്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ പാർക്ക് ചെയ്തത് ഇവിടാണ്. പാർക്ക് അറ്റ് ഓണേഴ്സ് റിസ്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടുത്തെ എന്തെങ്കിലും സാധനം കാണാതെ പോയാൽ അവർ ഉത്തരവാദികളല്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ട്രീയിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് ഷോപ്പ് കോട്ട്സ്, റെസ്റ്റോറൻറ്റ്, കാർ പാർക്കിംഗ്, ആംഫി തിയേറ്റർ, മ്യൂസിക്കൽ ഫൗണ്ടെയിൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, ഇൻഫർമേഷൻ സെൻറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു ഡിനോസറുണ്ട്. ഡിനോസറിൻ്റെ വാലിൽ പിടിച്ച് നിൽക്കുകയാണ് ഞാൻ. ഡൈനോസറാണോ ഡിനോസറാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു വലിയൊരു കാളയുടെ ഒരിതുണ്ട്.
പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ള കുറച്ച് പൂക്കളുണ്ട്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഉള്ളോട്ട് പോവാം. ഇന്ന് അതും ഇല്ലേ, ലൈറ്റ് ഷോ ഇല്ലേ? ആണോ? ഇന്ന് വേറെ ഒന്നും ഇല്ലാത്ത എന്താ? ആളില്ലാത്തോണ്ടാണോ? മിനിമം 20 പേരാണ്. വേറെ ഷോ ഉണ്ടോ? വേറെ ഷോ എന്ന് വെച്ചാൽ നമ്മുടെ സോങ്സ് ഒക്കെ നിങ്ങൾ എവിടെ പോയി? ഞങ്ങളെങ്ങും പോയില്ല, താമസിച്ചു പോയി വന്നപ്പം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ്. ഇന്ത്യസ് ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ തെന്മല എക്കോ ടൂറിസം റോഡ് മാപ്പാണിത്. 6 മണിയായില്ലേ? ഉണ്ടാവും. ഇതാണ് അതിൻ്റെ ഓഫീസ്. അടിപൊളിയായിട്ട് ഒരു എക്കോ ഫ്രണ്ട്ലി ഒരായിട്ടുള്ളൊരു ഓഫീസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. തേനിൻ്റെ മല തെന്മല എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ, യൂട്യൂബ് ഡോക്ടർ അഞ്ജു ലിജോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ. കുഞ്ഞു ചാനലാ. അപ്പോ പണി പാളി ഗൈസ്. പരിപാടികളൊന്നും പറഞ്ഞുതരട്ടെ. ടൈപ്പ് ചെയ്തോ, ഡോക്ടർ അഞ്ജു ലിജോ. അങ്ങനെ പിടിച്ചോ. ഇതേതാ? ഇത് ഇൻസ്റ്റാ 360. ക്യാമറമാനാ. ഓരോരോ അവസ്ഥ. കുഞ്ഞതാട്ടോ, കുഞ്ഞാണല്ലോ. താങ്ക് യു. അങ്ങനെ നമുക്കൊരു സബ് ഗുഡായി ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് ചെയ്യുമ്പോഴേ ഇങ്ങനെ ഭയങ്കര ചമ്മലാണ് കേട്ടോ. പക്ഷേ ഈ ഇൻസ്റ്റ വന്നണക്കെ ഈ ഒരു ക്യാമറ വന്നപ്പം ചെറിയൊരു ചമ്മലൊക്കെ മാറിയിട്ടുണ്ട്. ആകെ ഇത് വാങ്ങിയതുകൊണ്ടുള്ള ഒരു ഗുണം അതാണ്. ആകെ ചെറിയൊരു സാധനം കൈ പിടിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കാമല്ലോ. എങ്ങനെയുണ്ട്? അപ്പോൾ എന്നെപ്പോലെ വ്ളോഗ് ചെയ്യാൻ ചമ്മലുള്ളവർക്കൊക്കെ പറ്റുന്നൊരു സാധനമാണിത്. നമുക്ക് ആമിച്ചുവിൻ്റെ പാർക്കിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് പാർക്ക്. വളരെ നല്ലൊരു ക്ലൈമറ്റാണിപ്പം. എനിക്ക് ശരിക്കും ക്ലൗഡി ആയിട്ടുള്ള മഴയുള്ള ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ എന്താ പറയുക, നല്ല വൃത്തിയുള്ള സ്ഥലത്താണെങ്കിൽ ഈ മഴ നമുക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഈ മഴയെ റൊമാൻറ്റൈസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇത് പ്ലാനറ്റ് ഹൗസ് എന്ന് പറഞ്ഞൊക്കെ എഴുതിയേക്കുന്നത്. ആകാശഗംഗ പ്ലാനറ്റ് ഹൗസ്, എ റെസ്റ്റിംഗ് പ്ലാസ, പില്ലേഴ്സ് ഡെപിക്റ്റിംഗ് 8 പ്ലാനറ്റ്സ്. എന്താ സംഭവം എന്നറിയില്ല, ലേറ്റായി പോയതുകൊണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ പാർക്ക്. കുറച്ച് ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഭംഗിയുണ്ട്. അവിടെ എന്തോ ഉണ്ട്. അവിടെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇവിടെ മരത്തിലെല്ലാം നിറയെ കുരങ്ങന്മാരാണ്. ഈശ്വര ക്യൂട്ട്. നല്ല ഭംഗിയുള്ള
ഒരു സ്ഥലമാണ്. കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മരം 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 കൊള്ളാം. ഒത്തിരി കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഒത്തിരി കുരങ്ങന്മാർ ചാടി കളിക്കുന്നുണ്ട്. എപ്പോഴാണ് വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ക്യാമൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല. ആമിച്ചിനെ ഒന്നും കാണുന്നില്ല ഗൈസ്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഓ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഏതൊരു ഹൊറർ ഫിലിമിൽ വന്നൊരു പ്രതീതിയാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇതാണ് പാർക്ക്. ഓണം ആയതുകൊണ്ട് എല്ലാവരും തുണിക്കടയിലാണെന്ന് തോന്നുന്നു. പാർക്കിലൊന്നും ആരുമില്ല. പിന്നെ ഒരു ക്ലൈമറ്റും അങ്ങനെയാണ്, മഴയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലിൽ കയറി നമുക്കിരുന്ന് ആടാം. നിഴലായി. ഓ മൈ ഗോഡ്, വേണ്ട, പേടി വരുന്നു ഗൈസ്. അമ്മ വേഗം ഓടിയേക്കാം. എനിക്ക് ഇരുട്ടുള്ള സ്ഥലത്ത് പറ്റി കിടക്കാൻ ഇച്ചിരി പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ട ഒരാവശ്യമില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ആമിശുവിനെ ഒന്നും കാണുന്നില്ല. ഓ, സൗണ്ടൊക്കെ ഇച്ചിരി എന്താ പറയുക, പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളാണ് ഗൈസ്. പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളാണ്. കുഴപ്പമില്ല, കുറച്ചുകൂടെ പോവാം. ഓ, ഇതിനകത്ത് കണ്ടോ, നമ്മൾ കാണാത്തൊരു സാധനം. ഇതിനകത്ത് സ്റ്റാർസ് ആൻഡ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട്. ഇതിനകത്തെല്ലാം ഷൂട്ട് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സ്ക്രീൻ ഇപ്പോൾ ഓഫായിരിക്കുന്നു. ഇതിനകത്ത് എന്താ പറയുക, നക്ഷത്രാസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഫീമെയിൽ ആൻഡ് മെയിൽ അനിമൽ എനർജീസ്. ദി മെയിൽ നക്ഷത്ര ഈസ് ദി മോർ ഡൈനാമിക് നക്ഷത്ര ആൻഡ് ഫീമെയിൽ നക്ഷത്ര ഈസ് പാസീവ് വൺ. ഓക്കെ, അപ്പം പുരുഷൻ, നമ്മുടെ ഓരോ നാള് പുരുഷൻ നാളുകളും സ്ത്രീ നാളുകളുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടത്രേ. എന്നിട്ട് ഓരോ നാളിനും ഓരോ മൃഗങ്ങളെയും പറയുന്നുണ്ട്. അത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഓ, എനിക്ക് വീണ്ടും ഈ പേരാലയത്തിലോട്ട് കയറാൻ പേടിയാവുന്നു. കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് കിട്ടിയത് വായിച്ച് കേൾപ്പിക്കാം. അശ്വതി നക്ഷത്രം പുരുഷനാണ്, അതിൻ്റെ മൃഗം കുതിര. ചതയം സ്ത്രീയാണ്, അതിൻ്റെ മൃഗം കുതിര. ഭരണി രേവതിയുടെയും മൃഗം ആനയാണ്. ഭരണി പുരുഷനും രേവതി സ്ത്രീയുമാണ്. ഓ മൈ ഗോഡ്, കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. മകയിരം രോഹിണിയും പാമ്പാണ് അതിൻ്റെ മൃഗം. മകയിരം സ്ത്രീയും രോഹിണി പുരുഷനുമാണ്. എൻ്റെ അമ്മയുടെ നാള് രോഹിണിയാണ് കേട്ടോ. അമ്മ ഇപ്പം പുരുഷനാണോ? ഓക്കെ, അമ്മ കേൾക്കണ്ട, അതല്ല പപ്പ കേൾക്കണ്ട. ഓക്കെ, ഞാൻ മുന്നോട്ട് പോകണോ വേണ്ടിയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. തിരിച്ചു പോകാം ഗൈസ്, തിരിച്ചു പോകാം. ഇവിടെ നിന്ന് ആരും കാണാനില്ല. നമ്മളായിട്ട് റിസ്ക് എടുക്കുന്നത്. അല്ലെ തന്നെ എന്നെ കൊണ്ടുള്ള ജോലി വീട്ടുകാർക്ക് ചില്ലറയൊന്നും അല്ല. ഓക്കെ, നമുക്കിപ്പോൾ തിരിച്ചു പോവാം. പോവാം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എന്നെ കാണാതെ വീട്ടുകാർ തിരക്കാൻ തുടങ്ങി. ഇതാണ് അവസ്ഥ. ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളവർക്കെല്ലാം പറ്റുന്ന പ്രശ്നമാണ് കേട്ടോ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു വ്ളോഗിങ് ക്യാമറ കൂടെ കിട്ടിയാൽ പിന്നെ ഇതാണ് പറയണ്ടല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. യെസ്, സ്റ്റോപ്പ് റെക്കോർഡിങ്. തെന്മലയിലെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മൾ കല്ലട ഡാമൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടിട്ടാണ് പോയത്. നല്ല രസമാണ് ആ വ്യൂ ഒക്കെ. അതെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ കുളത്തൂപ്പുഴ ഒരമ്പലത്തിലൂടെ പോയി. അമ്പലത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു മീനൂട്ട് വഴിപാട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ മീനുകൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. അവിടെ ഇതുപോലെ ഒരു വലിയ തോടുണ്ട്. അത് നിറയെ വലിയ വലിയ മീനുകളാണ്. ഭയങ്കര രസമാണ് അതിന് ഫുഡ് കൊടുക്കാൻ. മീനുകൾ മാത്രമല്ല, കുളത്തിലെ മീനും, കുളമല്ല തോട്ടിൽ മീനും കരയിൽ പ്രാവുകളും കാണും. പ്രാവുകൾക്ക് നമ്മളെ ഒട്ടും പേടിയില്ല, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വന്ന് കുത്തിക്കൊണ്ട് പോകും. പിന്നെ നമ്മൾ വാങ്ങിയ കപ്പലണ്ടി അച്ഛനും കൊച്ചപ്പനും കൂടെ മത്സരം ഇനമാക്കി കഴിച്ച് തീർത്തത് കൊണ്ട് മീനുകൾക്കും പ്രാവുകൾക്കൂടെ കൊടുക്കാനുള്ളത് ബാക്കി ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം.
പക്ഷേ നല്ല രസമാണ് ഇതിങ്ങളെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഒത്തിരി ആൾക്കാർ വരും, എല്ലാവരും ഇതിനിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നല്ല രസമാണ്. ഞാനും കുറച്ച് കൊടുത്തു. പിന്നെ നല്ല ആഴമുണ്ട്, മഴയൊക്കെ പെയ്ത് നല്ല ഒത്തിരി വെള്ളം ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിലേക്ക് ഇറങ്ങാനൊരു, പിന്നെ പായലൊക്കെ പിടിച്ചിരിക്കുക, പിന്നെ അങ്ങനെ വീണു പോയാൽ നീന്തലും അറിയത്തില്ല, ചാവണ്ടാന്ന് കരുതി. പിന്നെ ഞങ്ങൾ കരയിലൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കടലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ആസ്വദിച്ചിട്ട് തിരിച്ചു പോന്നു. തിരിച്ച് പോയിട്ട് ഞങ്ങൾ ഒരു ഊഞ്ഞാലാട്ടം ബഹളമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 5 വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറേ നേരമായിട്ടും കാണുന്നില്ല. അങ്ങനെ എനിക്ക് വിശന്ന്, എനിക്ക് സ്റ്റൊമക്കൊക്കെ എന്താ പറയുക, ബേണായ മണമൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിശന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമിച്ചു പിന്നെ എല്ലാ തവണത്തെയും പോലെ അവൾക്ക് ബോറടിക്കില്ല കേട്ടോ, എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നോളൂ. ഫുഡെല്ലാം നല്ലതായിരുന്നു. നമ്മൾ കഴിച്ചിട്ട് നേരത്തെ തന്നെ വീട്ടിലേക്ക് മടങ്ങി. നമ്മൾ ലേറ്റ് ആവുമെന്ന് എഴുതിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കാഞ്ഞത് കൊണ്ട് എന്തോ ഒരു സാധനം ചന്തയ്ക്ക് പോയ പോലെ ഞങ്ങളെല്ലാം തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയാണ്. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഓണം ആഘോഷിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, ഗുഡ് നൈറ്റ്.